ഡിജിറ്റൽ സർവകലാശാലയിൽ ബോർഡ് ഓഫ് ഗവർണൻസ് യോഗം ചേർന്നത് ഗവർണറുടെ അറിവോടെയാണ് എന്ന് വൈസ് ചാൻസലർ സജി ഗോപിനാഥ്. ചാൻസലർ അനുവദിച്ചത് പ്രകാരമാണ് യോഗം ചേർന്നത്. ബോർഡ് ഓഫ് ഗവർണൻസ് ചെയർമാന് ചട്ടത്തിൽ കാലാവധി പറയുന്നില്ല. ഭരണപരമായ തീരുമാനങ്ങൾ മാത്രമാണ് യോഗത്തിൽ എടുത്തത് എന്നും ഉടൻ വിശദമായ റിപ്പോർട്ട് ചാൻസലർക്ക് നൽകുമെന്നും സജി ഗോപിനാഥ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബോർഡ് ഓഫ് ഗവർണൻസ് യോഗം 29-ാം തീയതിയാണ് നടന്നത്. അല്ല, അത് ബഹുമാനപ്പെട്ട ചാൻസലറോട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുകയും അദ്ദേഹം അനുവദിച്ചത് കണ്ടാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സ് മീറ്റിംഗ് നടന്നത്. ബോർഡ് ഓഫ് ഗവർണേഴ്സ് മീറ്റിംഗ് നടന്നതിന്റെ റിപ്പോർട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്ടിലെ ചെയർമാന്റെ കാലാവധി സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഈ 3 വർഷ കാലാവധി എന്ന് പറയുന്ന ആ ഒരു ആരോപണം ഉയർന്നത് എങ്ങനെയാണ്? അതായത് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എക്സ്പേർട്ട് മെമ്പേഴ്സിന് 3 വർഷവും പിന്നീട് 2 കൊല്ലം കൂടി എക്സ്റ്റെൻഡബിൾ എന്നുള്ള രീതിയിലാണ് ആക്ട് പറഞ്ഞിട്ടുള്ളത്. ചെയർമാന്റെ കാലാവധിയായിട്ട് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ചെയർമാനെ ഇനി ഒരു വിദഗ്ധ അംഗമാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ തന്നെയും അദ്ദേഹത്തിന് 3 കൊല്ലവും പിന്നീട് 2 കൊല്ലം എക്സ്റ്റൻഷൻ പോസിബിൾ ആണ്. അതായത് 5 കൊല്ലം വരെ അദ്ദേഹത്തിന് തുടരാവുന്നതാണ്. ഇപ്പോൾ 5 കൊല്ലം ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലം 4 കൊല്ലം ആയിട്ടുള്ളൂ. ഇല്ല, ഇപ്പോഴാണ് ചോദിച്ചത്. 2 ദിവസമായിട്ട് ചോദിച്ചത്. അപ്പൊ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് ഇതില് അങ്ങനെ തന്നെ എനിക്ക് ഉണ്ടാവുക. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ ബജറ്റ് പാസ്സാക്കുക അങ്ങനെയുള്ള തീരുമാനങ്ങളേ ഉള്ളൂ. അല്ലാതെ മേജറായിട്ടുള്ള പോളിസി ഡിസിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ ശിലാസനൽ, ഗവർണറുടെ അറിവോടുകൂടിയാണ് ബോർഡ് ഓഫ് ഗവർണൻസ് യോഗം ചേർന്നത്. അവിടുത്തെ എടുത്ത തീരുമാനങ്ങൾ പിന്നീട് റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള പ്രതികരണമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നാണോ സജി ഗോപിനാഥ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? അതെ മാധു, ഈ പ്രശ്നത്തിന് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടാകും, ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം അവസാനിക്കും എന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് വൈസ് ചാൻസലർ സജി ഗോപിനാഥ്. നമുക്കറിയാവുന്നതാണ്, സജി ഗോപിനാഥ് LDF സർക്കാരിന്റെ കാലത്ത് സർക്കാരിനോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു. അന്ന് സർക്കാർ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നതിന്റെ പേരിൽ ഗവർണറുടെ അത്ര നല്ല ഗുഡ് ബുക്കിൽ അല്ലെങ്കിൽ ഗവർണറുടെ ഗുഡ് ബുക്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വ്യക്തിയും കൂടിയാണ്. എന്താണെങ്കിലും ഡിജിറ്റൽ സർവകലാശാലയിൽ കഴിഞ്ഞ മെയ് 29-ന് ചേർന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിലെ തീരുമാനങ്ങളാണ് ഗവർണർ ഇടപെട്ട് മരവിപ്പിച്ചത്. അതായത് കാലാവധി കഴിഞ്ഞ ചെയർമാൻ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം വിളിച്ചു ചേർത്തു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ അത് ചേർന്നു എന്ന് കാട്ടിയായിരുന്നു ആ തീരുമാനം ഉണ്ടാകുന്നത്. 3 വർഷം മാത്രമാണ് ഈ വിദ്യാഭ്യാസ വിദഗ്ധനായ ഒരാൾക്ക് ബോർഡിൽ തുടരാൻ കഴിയുക എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനുശേഷം ചേർന്ന യോഗം 2021-ൽ പദവിയിൽ കയറിയ അദ്ദേഹം 24-ൽ ഒഴിയേണ്ടതാണ് എന്നതടക്കമുള്ള പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഇതിൽ സജി ഗോപിനാഥ് പറയുന്നത് ഗവർണറുടെ അനുമതിയോടും അറിവോടും കൂടിയാണ് മെയ് 29-ന് ഈ യോഗം ചേർന്നത് എന്നും അതിനോടൊപ്പം തന്നെ ആ യോഗത്തിൽ കൃത്യമായി തന്നെ പോളിസി ഡിസിഷൻ പോലുള്ള ഒരു തീരുമാനങ്ങളും എടുക്കാതെ ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണ് തീരുമാനിച്ചത് എന്നതുമാണ്. കൂടാതെ ഈ പറയുന്ന പരാതിയിലുള്ളതുപോലെ തന്നെ ഒരിടത്തും തന്നെ ചെയർമാന്റെ സമയപരിധി കാലാവധി അത് 3 വർഷമാണ് എന്ന് പറയുന്നില്ല. കാലാവധി എത്രയാണ് എന്ന് പോലും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ വിശദീകരിക്കുന്നില്ല. ഇനി വിദ്യാഭ്യാസ വിദഗ്ധനാണെങ്കിൽ ആ തരത്തിലേക്കാണ് അദ്ദേഹത്തിന് പരിഗണിക്കുന്നതെങ്കിൽ പോലും 3 വർഷം കാലാവധിയും 2 വർഷം എക്സ്റ്റൻഷനും ഉണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഈ പറയുന്ന 3ഉം 2ഉം ചേർത്തുള്ള 5 വർഷത്തെ കാലാവധി ആയിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നറിയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഗവർണർ വിശദമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ വൈസ് ചാൻസലറോട് ചോദിച്ചിട്ടുണ്ട്. 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ റിപ്പോർട്ട് ചോദിച്ചിട്ട് എന്നും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വിശദമായ എന്തൊക്കെ നടന്നു, ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തു, എന്തൊക്കെ അജണ്ടയിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫയലാക്കി രാജ്ഭവന് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഫയൽ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കൈമാറുമെന്നും മനസ്സിലാക്കുന്നു. ആ ഫയലിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ഈ തീരുമാനങ്ങൾക്ക് മുകളിലുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ കെപ്റ്റിൻ അബേൻസ് എന്നാണ് അതിനെ പറയുന്നത്, ആ തീരുമാനം പൂർണ്ണമായും പിൻവലിക്കുമെന്നും വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് സജി ഗോപിനാഥ് വിശ്വസിക്കുന്നു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്. ഡിജിറ്റൽ സർവകലാശാലയിലെ ബോർഡ് ഓഫ് ഗവർണൻസ് യോഗ തീരുമാനങ്ങൾ റദ്ദാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെയാണ് ഇപ്പോൾ BC രംഗത്ത് വന്നിരിക്കുന്നത്.